ഇടതുപക്ഷ സർക്കാർ ജനദ്രോഹ സർക്കാരാണ്. ഇതിന് മുദ്രകുത്തലാണ്. അതായത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടുത്തെ മാധ്യമങ്ങൾ, മുഖ്യധാര വലതുപക്ഷ മാധ്യമങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങൾ മുദ്ര കുത്തിയിട്ടിരിക്കുകയാണ്. UDF ഉൾപ്പെടെയുള്ള മുന്നണികളും UDF-ഉം NDA-യും ഒരു മുദ്രകുത്തലാണ്. ജനവിരുദ്ധ സർക്കാർ, ജനദ്രോഹപരമായ നടപടികൾ. പക്ഷേ ഈ ജനവിരുദ്ധ സർക്കാരാണ് 1600 പെൻഷൻ 2000 വരെ എത്തിച്ചിരിക്കുന്നു. ഈ ജനദ്രോഹ സർക്കാരാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വനിതകൾക്കായിട്ട്, അതായത് 35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്കായിട്ട് ഇവിടെ ഒരു വീട്ടമ്മമാർക്ക് പെൻഷൻ എന്ന് പറയുന്ന ഒരു തുക പ്രഖ്യാപിച്ചിരിക്കുന്നു. ചെറുപ്പക്കാർ പഠനം കഴിഞ്ഞ് ജോലി കിട്ടുന്നവരെയുള്ള ഒരു സ്റ്റൈപ്പൻഡ് എന്നുള്ള നിലയിൽ കണക്ട് വർക്ക് എന്ന് പറയുന്ന രീതിയിൽ അവർക്കൊരു വരുമാനം കൊടുക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. അതോടൊപ്പം ഇതേ സർക്കാർ തന്നെയാണ് നമുക്ക് ഓഖി ഉണ്ടായപ്പോഴും പ്രളയം ഉണ്ടായപ്പോഴും കോവിഡ് ബാധയോടുകൂടി നമ്മൾ വീടിനുള്ളിൽ അടച്ചു പൂട്ടിയിരുന്ന സാഹചര്യത്തിലും നമ്മളുടെ കേരളത്തിലെ ആളുകളെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ, അതായത് അവർ ഭക്ഷണമില്ലാതെയോ വെള്ളമില്ലാതെയോ പട്ടിണി കിടന്ന് ചാവാതെ രോഗം വന്ന് രോഗാതുരമായി മരിച്ചു പോകാതെ നമ്മളെ കാത്ത് സംരക്ഷിച്ച് പിടിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ 10 വർഷം കൊണ്ട് നമ്മൾ കണ്ട പ്രകൃതി ദുരന്തങ്ങൾ അടക്കമുള്ള സംഭവങ്ങളിൽ ഏറ്റവും ഒടുവിലായി വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ വരെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ, അത് ഇടതുപക്ഷ സംസ്ഥാന സർക്കാർ നമ്മളെ ചേർത്ത് പിടിച്ചതിൻ്റെ ഒരു വലിയ കഥ നമുക്ക് പറയാനുണ്ട്.